ഈ ഒരു കാലഘട്ടത്തിൻ്റേതായ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വിദേശ പഠനം അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം വലിയൊരു കുത്തൊഴുക്കാണ് വിദേശത്തേക്ക് ഉണ്ടായത്, ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ. അത് ഇടവകയിലെ എല്ലാ ശുശ്രൂഷ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് യുവജന ശുശ്രൂഷയെ ബാധിച്ചിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ. കാരണം +2 കഴിഞ്ഞ് ഇന്ന് കാണുന്ന കുട്ടി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരാൾ 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു രാജ്യത്തായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം പിടികൂടിയ അലസത ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തത്, തീർച്ചയായിട്ടും എഡിച്ചു സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൽ ഒരു തിന്മയുടെ വളരെ വലിയൊരു സ്വാധീനം നമുക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും നമ്മളുടെ നീളുന്ന കൈകളുണ്ട്. അത് ലഹരിയുടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതര മാഫിയകളുടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ നമുക്ക് സംരക്ഷിച്ച് നിർത്താവുന്ന പരമാവധി മേഖലകൾ, കാരണം ബോധവൽക്കരണം കൊടുക്കുക, കൂടെ നിർത്തുക, ഈ 2 കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.